ഹേ ഗായ്സ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അൺപ്ലാൻഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് ആണ്. എൻട്രൻസ് ആണെന്ന് കരുതി എക്സിറ്റ് ഡോർ ഓപ്പൺ ആക്കി ഒരു ഉളുപ്പില്ലാണ്ട് ചമ്മി നൈസിന് ഇറങ്ങി ആൻഡ് ഓൺ ദ വേ ടു ശരിക്കുള്ള എൻട്രൻസ്. സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് സ്റ്റാർസ് ഹിയർ അറ്റ് മാഡം ഡിസൈഡ്സ് ദുബായ് ഓൺ ഐക്കോണിക് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്. റെഡ് കാർപ്പറ്റിൽ പോയ പോലെ, ബട്ട് പോയിട്ടില്ല, പോയ പോലെ. ഹോളിവുഡ് റോയാലിറ്റി തൊട്ട് മ്യൂസിക് ആൻഡ് സ്പോർട്സ് ലെജൻസ് വരെയുള്ളൊരു അൺബിലീവബിൾ പ്ലേസ്. Every statue feel real, guys. ലിഫ്റ്റ് ഓപ്പണായി കണ്ട ഫസ്റ്റ് സ്റ്റാച്യു ഇസ് നൺ അതർ ദാൻ അവർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അങ്ങനെ കുറച്ച് ഫേമസ് ലീഡേഴ്സിനെയൊക്കെ കണ്ടു. പിന്നെ അങ്ങനെ ഒരേ പൊളിയല്ലേ, കോഫി വിത്ത് ക്യൂൻ എലിസബത്ത്, ചിറ്റ് ചാറ്റ് വിത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് കഴിഞ്ഞ് സോമീൻ്റെ വകയൊരു എക്സെപ്ഷണൽ പോളി സ്പീച്ചും. മൂവിങ് ടു ദ ഫാഷൻ വേൾഡ്, ഗ്ലോബൽ സൂപ്പർ മോഡൽസ് ടു റിനൗൺ ഡിസൈനേഴ്സ്. കൈലി ജെന്നറിൻ്റെ ഒപ്പം ഇത്ര അടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല, ബട്ട് നിന്നു. വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഡേവിഡ് ബെക്കാം ആൻഡ് വിക്ടോറിയ ബെക്കാം. സോമി കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത് വിത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഫോളോഡ് മോഡൽ ഇൻ ദ വേൾഡ്. ദെൻ വി ഹിറ്റ് ദ റാമ്പ്. ഒരു മൂവി സെറ്റിൽ കയറി ചെല്ലുന്ന പോലെയുള്ള ഫീൽ. ഒടുക്കത്തെ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഔട്ട് ഓഫ് നോ വെയർ സോമി ഷോഡ് അപ്പ് ആൻഡ് സ്റ്റോൾ ദ സ്പോട്ട് ലൈറ്റ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഒന്ന് ആക്ട് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ഒടുക്കത്തെ ആക്ടിങ് ആയിരുന്നു, മരണ മാസ് ആക്ടിങ്. ആൻഡ് ദിസ് ഈസ് ഡിജോ. ഡിജോയും ഒട്ടും മോശമല്ലായിരുന്നു. അങ്ങനെ ഫാഷൻ വേൾഡ് കഴിഞ്ഞു. വി ആർ ഡൈവിങ് ഇൻ ടു ദ വേൾഡ് ഓഫ് മൂവി റോയാലിറ്റി. ജാക്കി ചാൻ ടു ദേശി സ്റ്റാർസ്. സോമിൻ്റെ ഹൈ പെർഫോമൻസ് കണ്ട് ജാക്കി ചാൻ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ ഒരിക്കലും മേജാകാത്ത ടോം ക്രൂയിസ്, ഒരു രക്ഷയില്ല. ദ കിങ് ഓഫ് ദ റോഡ് ഡൊമിനിക് ടൊറാറ്റോ. ഒരു ടോട്ടൽ ആക്ഷൻ സീക്വൻസ് പോലെ. വി റിയലി എൻജോയ്ഡ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഇൻ ഇറ്റ്. സൂപ്പർവായിരുന്നു, ഒന്നും പറയാനില്ല. അല്ലു അർജുൻ്റെ കൂടെ ഒരു പുഷ്പ മൂവും ഞങ്ങളുടെ ഒരു രക്ഷയില്ലാത്ത ഡാൻസും ചുമ്മാ പൊളിയായിരുന്നു. ലൈനപ്പ് കഴിഞ്ഞിട്ടില്ല ഗൈസ്. കത്രീന കൈഫ് ആൻഡ് അമിതാഭ് ബച്ചൻ, ദേ വേർ സ്റ്റാൻഡിങ് ടോൾ. ദേ വന്ന് നമ്മുടെ കിങ് ഖാൻ ആളുടെ സിഗ്നേച്ചർ മൂവ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ദേ അങ്ങനെ പോയി. പിന്നെ ഫുൾ ഓൺ സാഗ് വിത്ത് രൺബീർ കപൂർ. ഓൺ ദ സെയിം ടൈം സോമി ഗോട്ട് ദ ജാക്ക് ബോട്ട്. എന്താല്ലേ. ആൻഡ് കംസ് ദ ട്രിയോ സൽമാൻ ഖാൻ, കരീന കപൂർ ആൻഡ് ഹൃതിക് റോഷൻ. അങ്ങനെ ഫിലിം പരിപാടീസ് അവസാനിപ്പിച്ച് വി എൻറ്റർഡ് ദ സ്പോർട്സ് സോൺ. ഒരു ഫേസ് ടു ഫേസ് ലുക്ക് വിത്ത് ദ ലെജൻഡ് മുഹമ്മദ് അലി ആൻഡ് ദ ഗോഡ് ഹിംസെൽഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ എനർജി ലെവൽ വിൽ ബി സൂപ്പർ ഹൈ. ഐ ജസ്റ്റ് ഷെയർ ദ ട്രോഫി വിത്ത് സ്പീഡ് കിങ് ലൂയിസ് ഹാമിൽട്ടൺ ആൻഡ് ഡിജോ വാസ് ഇൻ ടു പവർ ലിഫ്റ്റിംഗ്. കിങ് കോഹ്ലി ഗൈസ് പാടൊക്കെ ഒന്ന് ടൈറ്റായി കൊടുത്തു, നമ്മുടെ ചെക്കനല്ലേ. ആൻഡ് വൺ ആൻഡ് ഓൺലി മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ ദ ലെജൻഡ്. ദെൻ ഐ ഹാഡ് എ ക്വിക്ക് വേർഡ് വിത്ത് ദ എവർ സ്മൂത്ത് ആൻഡ് ചാമിങ് വിൽ സ്മിത്ത്. ഇനി അങ്ങോട്ട് UAE ബേസ്ഡും പിന്നെ എനിക്ക് അധികം പരിചയമില്ലാത്ത ടീംസാണ്. In between, we ran into the man, the muscle Dwayne The Rock Johnson. The king of pop made his move too. അത് കഴിഞ്ഞ് വീണ്ടും അധികം പരിചയമില്ലാത്ത ടീംസ് ആയിരുന്നു. ചിലരൊക്കെ ആയിരുന്നോ ദിസ് ഈസ് ജസ്റ്റിൻ ടിംബർലേക്ക്, പിന്നെ മൈലി സൈറസ്. അങ്ങനെ ഗൈസ്, സത്യം പറഞ്ഞ ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ഐ വാസ് സൂപ്പർ ഹാപ്പി. കാരണം DJ ആർക്കാണ് ഇഷ്ടമില്ലാത്തല്ലേ. ആൻഡ് ഗെസ് ഹൂ വാസ് വൈബിങ് നെക്സ്റ്റ് ടു അസ്? ജസ്റ്റിൻ ബീബർ. ഒരു സൈഡിൽ ഡിജോ ആണെങ്കിൽ ഫുൾ ഓൺ ഫുൾ പവർ. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഓവർ. എക്സിറ്റ് അടിക്കുന്നതിന് മുന്നേ ആയിട്ട് വി ഡിഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. വി ഗോട്ട് അവർ ഹാൻഡ്സ് വാക്സ്ഡ്. ഇതിൻ്റെ പ്രോസസ്സ് വാസ് സോ കൂൾ. രണ്ടാളും കൈ വാക്സിൽ മുക്കിയെടുക്കണം. ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് കേട്ടോ. ബട്ട് അവിടുത്തെ സ്റ്റാഫ്സ് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, നല്ല ഫ്രണ്ട്ലി ആണ്. അവർക്കിതൊരു ബിസിനസ് ആണെങ്കിൽ കൂടെ ദേ വാണ്ട് ദ പെർഫെക്റ്റ് പീസ് ഔട്ട് ഓഫ് ഇറ്റ്. വളരെ സൂക്ഷിച്ചാണ് ഞങ്ങളുടെ കൈയെ വാക്സിൽ നിന്ന് ഊരിയെടുത്തത്. ഈ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ സെയിം സമയത്ത് തന്നെ അവർ നമ്മുടെ അടുത്ത് പറയും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷേ അവർ വളരെ കെയർഫുള്ളായിട്ടാണ് എല്ലാം ചെയ്തത്. ആൻഡ് ഫൈനൽ റിസൾട്ട് വാസ് ലൈക്ക് ദിസ്. ഇതൊരു സൊവനിയർ മാത്രമല്ല, ഒരു മെമ്മറി കൂടെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. പീസ് ആൻഡ് ലവ്.